തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഫലപ്രഖ്യാപനത്തിന് കാത്തിരിക്കുന്നു. ഈ സമയത്ത് യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളെല്ലാം തിരിച്ചു വരിക. നമ്മൾ മെനഞ്ഞാന്ന് ഒരു ആശങ്ക പങ്കുവച്ചിരുന്നു പ്രേക്ഷകരുമായിട്ട്. ആശങ്ക ശരിയായി. അതെ, ഇപ്പോൾ ഈ LPG വില ഇന്നലെ വാണിജ്യ സിലിണ്ടറിൻ്റെ വില, പുറകെ ഗാർഹിക സിലിണ്ടറിന് കൂടാൻ പോകുന്നു, തൊട്ടു പിന്നാലെ ഇന്ധന വില വർദ്ധിക്കാൻ പോകുന്നു. നാടെങ്ങ് ഒരു വലിയ വിലക്കയറ്റത്തിൻ്റെ വഴിയിലേക്ക് പോവുകയാണ്. നമ്മളെ ഞെട്ടിപ്പിക്കുന്ന, അല്ലെ നമ്മളെ ഭയപ്പെടുത്തുന്ന ആ ഒരു യാഥാർത്ഥ്യം വന്നു ചേർന്നിരിക്കുക. അതെ, അത് യുദ്ധത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്. എങ്കിൽ പോലും സാധാരണഗതിയിൽ നമ്മുടെ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞാൽ തൊട്ട് പിന്നാലെ ഇതിൻ്റെ എല്ലാം വില വർദ്ധിക്കുന്ന ഒരു സാധാരണ രീതിയാണ് കുറേ വർഷങ്ങളായി. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നൊക്കെ ഇപ്പോൾ ഇത് എന്താണെന്ന് ചോദിച്ചാൽ, ഹോർമൂസിൽ പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിക്കുന്നില്ല. പശ്ചിമേഷ്യൻ സംഘർഷം ഇങ്ങനെ തന്നെ നീണ്ടുപോവുകയാണ്. ഹോർമൂസിൽ ഒരു അനിശ്ചിതാവസ്ഥ തുടരുന്നു. നമുക്ക് ബദൽ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇപ്പം LPGക്കൊക്കെ 60% ആഭ്യന്തര ഉൽപ്പാദനം ഉണ്ടെന്നാണ്. നമ്മളെ ക്രൂഡ് ഓയിൽ നമ്മൾ ഈ കയ്യിൽ 60 ദിവസം തൊട്ട് 80 ദിവസം വരെ കൊണ്ട് ഉപയോഗിക്കാനുള്ളത് ക്രൂഡ് ഓയിൽ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. റഷ്യൻ ക്രൂഡ് ഓയിൽ വരുന്നുണ്ട്. അതുപോലെ UAE OPEC രാജ്യങ്ങളിൽ നിന്ന് പുറത്തിയാടിയിട്ടുണ്ട്. UAE-ആയിട്ട് സ്വതന്ത്ര വ്യാപാരം നേരിട്ട് നടക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും നമുക്ക് ഇന്ധന വില വർധന ഒഴിവാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ. ഞാൻ രാവിലെ ചാടിയും കയറിയ ഹോട്ടലിൻ്റെ ഉടമസ്ഥൻ്റെ അടുത്ത് സംസാരിക്കുകയായിരുന്നു ഈ വിഷയം. അത് അവർ പറയുന്നുണ്ടായിരുന്നു, സ്വന്തമായി കെട്ടിടമുള്ള ഹോട്ടൽ ബിൽഡിംഗ് ഉള്ള അല്ലെങ്കിൽ വലിയ ബാധ്യതകളൊന്നും ഇല്ലാത്ത ഹോട്ടൽ ഉടമസ്ഥന്മാർക്ക് പോലും പിടിച്ചേക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ ഇക്കണക്കിന് വാടകയ്ക്ക് വലിയ ബിൽഡിംഗ് എടുത്ത് വലിയ തോതിൽ ഹോട്ടൽ നടത്തുന്ന ആളുടെ കാര്യം എന്താവുമെന്നാണ്. ഈ വാണിജ്യ സിലിണ്ടറിന് ഇന്നലെ ഏതാണ്ട് 1000-ഓളം രൂപയാണ്, 933 രൂപ മറ്റോ കൂടി. അപ്പോൾ ഇത് ഇനി ഈ പശ്ചിമേഷ്യ സംഘർഷം കഴിഞ്ഞ് ജനജീവിതം സാധാരണ നിലയിലേക്ക്, അല്ലെ ഈ ഗതാഗതം സാധാരണ നിലയിലേക്ക് ആകുകയാണെങ്കിൽ പോലും ഈ കൂടിയ വില കുറയും. ഒരിക്കലും കൂടി ഒരു സാധനത്തിൻ്റെ വില കുറയ്ക്കില്ല. കാരണം ആ വില കുറച്ചെങ്കിൽ മാത്രമേ ജനജീവിതം ദുസ്സഹമാകുന്നതിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അത്രേ ഉള്ളൂ. ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, ഈ ഗ്യാസിന് വില വർദ്ധിച്ചപ്പോൾ എല്ലാ ഹോട്ടലുകളും ആമസോണിൽ നിന്ന് ഈ അടുപ്പ് വാങ്ങിച്ചു, വിറകടുപ്പ് വാങ്ങി. ഈ വിറകടുപ്പിനകത്താണ് അവർ പാചകം ചെയ്തത്. പക്ഷെ വിറകിൻ്റെ വില ഗ്യാസിനേക്കാൾ കൂടി. സ്വാഭാവികം. കാരണം വിറകിൻ്റെ ഡിമാൻഡ് വന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഈ വിറക് വിൽക്കുന്ന ആളുകൾ നന്നായിട്ട് അതങ്ങ് പൈസ ഈടാക്കും. ഇപ്പോൾ ഒരു വാണിജ്യ സിലിണ്ടറിൻ്റെ വില അത് 19 കിലോയാന്ന് തോന്നുന്നു ഒരു വാണിജ്യ സിലിണ്ടർ, അല്ലേ? ഈ വാണിജ്യ സിലിണ്ടർ വില എന്ന് പറയുന്നത് 3000 രൂപയ്ക്ക് മുകളിലാണ്. ഈ 3000 രൂപയ്ക്ക് മുകളിലുള്ള സിലിണ്ടർ വാങ്ങി ഈ പൈസയ്ക്ക് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ നേരത്തെ ഒരു തവണ ചർച്ച ചെയ്തിരുന്നു, ഗ്യാസിൻ്റെ വിലയൊന്നും വർദ്ധിക്കാതെ യുദ്ധം ബാധിക്കാതിരിക്കുന്ന സമയത്ത് തന്നെ ഗ്യാസിൻ്റെ സിലിണ്ടറിൻ്റെ ക്ഷാമത്തിൻ്റെ പേര് പറഞ്ഞ് ഇപ്പോൾ ഒരു ഭക്ഷണ വില കൂട്ടിയിരുന്നു. ആ കൂട്ടിയ അവർക്ക് ഇനി ഇപ്പോൾ ഭക്ഷണ വില വീണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ അതൊരു വലിയ തിരിച്ചടിയായിട്ട് തന്നെ വരും. കാരണം ഈ ഇത്രയും പൈസയ്ക്കൊക്കെ കയറി ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ പലതിന്റെ വില കൂട്ടി. നമ്മൾ പറഞ്ഞില്ലേ, ചായക്ക് എല്ലാത്തിനും വില കൂടി. ചായക്ക് 12 ആക്കിയവരുണ്ട്, 15 ആക്കിയവരുണ്ട്. ഈ എന്താണ് ഈ ഗ്യാസ് സ്റ്റൗവിന്റെ ഒന്നും ആവശ്യമില്ലാത്ത സാധനങ്ങളെ പോലും വില കൂട്ടിയിട്ടുണ്ട് ചില ഹോട്ടലുകാർ. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹോട്ടലിന്റെ ഇന്ധനത്തിന്റെ വില, ഈ ജീവനക്കാരുടെ ശമ്പളം, സാധനങ്ങളുടെ വില കൂടുക. അതാണ് എല്ലാ പച്ചക്കറിയും വില കൂടുന്നു. ബാക്കി മീനും മത്സ്യം മീനും ഇറച്ചിയും എല്ലാത്തിന്റെ വില കൂടുകയില്ല. കാരണം അത് നമ്മളിപ്പോൾ LPGയുടെ കാര്യമാണ് പറഞ്ഞത്. അത് വാണിജ്യ LPGക്ക് വില കൂടുമ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ ബാധിക്കുന്നില്ല എന്ന് നമുക്ക് ആദ്യം നോക്കും. നമ്മുടെ വീട്ടിലെ LPGക്ക് അല്ലല്ലോ വില കൂടിയതെന്ന് നമ്മുടെ ഉള്ളിലൊരു തോന്നൽ വരും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ വാണിജ്യ സിലിണ്ടറിന് വില കൂടുന്നതാണ് ശരിക്കും നമ്മളെ ബാധിക്കുന്നത്. വിലക്കയറ്റം ഉണ്ടാകാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാരണങ്ങളിലൊന്നും ഇതാണ്. കാരണം നമ്മൾ ഒരുപാട് വ്യവസായങ്ങൾ ഉപയോഗിക്കുന്ന സാധനമാണിത്. വ്യവസായങ്ങൾ അങ്ങനെ ഒരുപാട്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ തന്നെ വാർത്ത കൊടുത്തിരുന്നു, ഈ ഗുജറാത്തിൽ നിന്നുള്ള ഈ പിഞ്ഞാണങ്ങൾ, പോഴ്സലൈൻ പാത്രങ്ങൾ, അത് നിർമ്മാണം നിന്നതാണ്. കളിമൺ പാത്രങ്ങൾ. കാരണം ഇനി വാങ്ങിക്കുകയാണെങ്കിൽ ഞാൻ വലിയ വില കൊടുക്കേണ്ടിരുന്നു. നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലെ കടക്കളയിലൊക്കെ വാങ്ങിക്കുന്ന ഈ സാധനത്തിന് ഇനി ഇതിൻ്റെ ഇരട്ടി കൂടുതൽ വില കൊടുക്കേണ്ടി വരുമെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഗ്യാസ് ഇല്ല. ഇത് ഗ്യാസ് ഉണ്ടെങ്കിൽ മാത്രമേ സാധനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഗാർഹിക സിലിണ്ടർ വില കൂടാൻ പോകണം. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഈ ചർച്ച അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഗാർഹിക സിലിണ്ടറിന് വില കൂടും. 50 രൂപ വരെ കൂടാന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ അതിലും ഭീകരമായിട്ടുള്ള ഒരു വസ്തുത വരുന്നത് ഇന്ധന വിലയാണ്. അതായത് പെട്രോളും ഡീസലിനും വില വർദ്ധിക്കാൻ പോവുകയാണ്. 5 രൂപ വരെ പെട്രോളിനും ഡീസലിനും അതിന് മേളിലും കൂടുമെന്നാണ് പറയുന്നത്. ഡീസലിന് വില കൂടുകയാണെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ടും വീണ്ടും വില വർധന ഉണ്ടാവും. കാരണം നമ്മൾ കൺസ്യൂമർ സ്റ്റേറ്റ് അല്ലേ, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന സാധനം ഉപയോഗിച്ചല്ലേ നമ്മളിവിടെ ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ വില കൂടും സ്വാഭാവികമായി. അത് മാത്രമല്ല, നമ്മളിപ്പം തമിഴ്നാടിനെ അപേക്ഷിച്ച് 5 രൂപ കൂടുതലാണ് നമ്മുടെ നാട്ടിൽ ഇന്ധനം. നമ്മൾ തമിഴ്നാടിനോട് അടുത്ത് കിടക്കുന്നവർക്കാണെങ്കിൽ അവിടെ പോയി അടിച്ചാൽ മതി, അവർക്ക് 1 ലിറ്റർ ഇത്ര രൂപ കിട്ടും. പോരായെങ്കിൽ നമ്മൾ ഓൾറെഡി പ്രീമിയം പെട്രോളിൻ്റെ വില വർദ്ധിപ്പിച്ചതാണ്. പ്രീമിയം പെട്രോളിന് 11 രൂപയാക്കിയായിരുന്നു, 11 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. അപ്പോൾ 5 രൂപ വർദ്ധിപ്പിച്ചു. അത് 111 രൂപയിലേക്ക് അന്ന് വന്നിരുന്നു. അങ്ങനെ പല വിഷയങ്ങളുണ്ടാകുന്നുണ്ട്. അല്ല, അത് നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ ആളുകൾ മുഴുവൻ ഇൻഡക്ഷൻ കുക്കർ വാങ്ങിച്ചു.
അപ്പോൾ അത് വേറെ വശത്തായി. അത് വൈദ്യുതി പ്രതിസന്ധി വലിയ തോതിൽ ഉണ്ടാക്കാൻ അതൊരു കാരണമായി. ചുരുക്കത്തിൽ ഇതൊരു വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുകയാണ്. കാരണം ഈ കാലാവസ്ഥ പ്രതികൂലമാണ്, ഇത്രയും ചൂടുള്ളത് കാലാവസ്ഥ, ഇവിടെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രശ്നം ഒരു വശത്ത്, മറ്റു വശത്ത് യുദ്ധം, ഇതെല്ലാം കൂടെ ചേർത്ത് ഈ പണ്ട് ഈ ഞാനൊരു കവിത പഠിച്ചിട്ടുണ്ട്, ഈ അതിൽ ഏപ്രിൽ ഈസ് ദ ക്രൂലസ്റ്റ് ഓഫ് ദ മന്ത്സ് എന്നാണ്. ഏപ്രിലാണ് ഏറ്റവും ക്രൂരമായ മാസം എന്നാണ്. അത് സംഭവിച്ചു കഴിഞ്ഞ ഏപ്രിൽ തന്നെയാണ് ക്രൂലസ്റ്റ് ഓഫ് ദ മന്ത്സ്. ആ ചൂട്, ഈ അപകടങ്ങൾ, മരണം, യുദ്ധം, ഇതെല്ലാം കൂടെ കൊണ്ട് ഏപ്രിൽ നമ്മളെ വട്ടം ചുറ്റിച്ചു. ഇപ്പോൾ മെയ് മാസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നുവെങ്കിൽ പോലും ആ ഏപ്രിൽ വരുത്തി വെച്ച ദോഷങ്ങൾ നമ്മളിപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധത്തിൻ്റെ അവസ്ഥ എന്തായി? യുദ്ധം ഇപ്പോഴും ഒരു അനിശ്ചിതാവസ്ഥയിലാണ്. യുദ്ധം നടക്കുന്നില്ല, ഇപ്പോൾ വെടിനിർത്തലാണ് എങ്കിൽ പോലും ഇതിനൊരു അന്തിമ തീരുമാനം ഉണ്ടാവണമല്ലോ. അക്കാര്യത്തിൽ ഇപ്പോഴും ഒരു ധാരണയില്ലാതെ പോവുകയാണ്. ഇറാൻ പാകിസ്ഥാൻ വഴി അമേരിക്കയ്ക്ക് കൊടുത്ത അവരുടെ ഡിമാൻഡ്സ് ഉണ്ടല്ലോ, ആ ഡിമാൻഡ്സ് എന്താണെന്നുള്ള ഇപ്പോഴും ആർക്കും അറിയില്ല. ഇവർ പുറത്ത് വിട്ടിട്ടില്ല. ആരെല്ലാം ഇടപെട്ടു ചർച്ചയ്ക്ക് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി? അതെല്ലാം രാജ്യങ്ങൾ ഇടപെട്ടു. അപ്പോൾ ട്രംപിൻ്റെ പിടിവാശി ഒരിടത്ത്, ഇറാൻ്റെ അതിനേക്കാളും വലിയ പിടിവാശി അപ്പുറത്തും. ചുരുക്കത്തിൽ ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ പിടിവാശി കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാര്യങ്ങൾ നടക്കാതെ വരും. യുദ്ധം നിർത്താൻ ഇറാൻ തയ്യാറാണ്, പക്ഷേ എനിക്ക് മനസ്സില്ലെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതെ, അതിനിടയ്ക്ക് ട്രംപിനെ നൊബേൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് പരിഗണിക്കുന്നു എന്ന് പറഞ്ഞൊരു വാർത്തയും പുറത്തു വരുന്നു. ട്രംപിന് നൊബേൽ സമ്മാനം സമാധാനത്തിന് കൊടുക്കുകയാണെങ്കിൽ അതൊരു വളരെ വിചിത്രമായ ഒരു പുരസ്കാരമായിരിക്കും. നമ്മുടെ നാട്ടിലറിയാം, നമ്മുടെ നാട്ടിൽ ചില പുരസ്കാര വിദഗ്ധന്മാരുണ്ട്. അവരെങ്ങനെ ഇവരാണെങ്കിൽ ട്രംപിന് 4 അവാർഡ് പ്രഖ്യാപിച്ചാൽ ട്രംപ് ഉടനെയാണെങ്കിൽ അവാർഡ് വാങ്ങിക്കൊണ്ടു പോകും. അതാണ് ഈ അവാർഡിനോടുള്ള പുള്ളിയുടെ ഒരു സ്നേഹം. മാത്രമല്ല, ഇതിനിടയ്ക്ക് ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട വിഷയം, ജർമ്മനിയിലുള്ള 5000-ഓളം വരുന്ന സൈനികരെ തിരികെ വിളിക്കാൻ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നു. അത് ശരി. എല്ലാ രാജ്യങ്ങളിലും അമേരിക്കയ്ക്ക് ഇത്തരത്തിലുള്ള സൈനിക താവളങ്ങളും അവിടെ സൈനികർക്കുള്ളതാണ്. അവരെ തിരികെ വിളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ്, ജർമ്മൻ ചാൻസലറും ട്രംപും തമ്മിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അങ്ങോട്ടേക്ക് ചെറിയ തോതിലുള്ള വരസലും വാക്ക് തർക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ട്രംപ് പറയുമ്പോൾ യാതൊരു മര്യാദയില്ലാത്ത ഭാഷയിലാണ് സംസാരിക്കും. അവരെ വ്യക്തിപരമായ അധിക്ഷേപം വരെ സംസാരിക്കും. അപ്പോൾ ജർമ്മൻ ചാൻസലർ ഒരുപാട് കളിയാക്കി സംസാരിച്ച് സ്വാഭാവികമായും അയാൾ മറുപടി പറയായിരിക്കും. അയാൾ തിരിച്ച് മറുപടി പറഞ്ഞു. ഇപ്പോൾ നാറ്റോയിൽ വലിയ തോതിലുള്ള ആഭ്യന്തര പ്രശ്നം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഒത്തുതീർപ്പാക്കാൻ സാധിക്കുന്ന ആളിലെല്ലാം തന്നെ ട്രംപിനുമായിട്ട് ഏറ്റുമുട്ടലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ ട്രംപ് അംഗീകരിക്കുകയില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിഷയം. എന്താണെങ്കിലും പശ്ചിമേഷ്യൻ യുദ്ധം ലോകത്തെ ഒന്നാകെ ബാധിച്ചു. നമ്മളെ ഇപ്പോഴാണ് ബാധിക്കുന്നത്. നേപ്പാളിനെയും പാകിസ്ഥാനെയും ചൈനയും ഒക്കെ ഇതിനു മുമ്പ് ബാധിച്ചു. പാകിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം അവിടുത്തെ പ്രധാനമന്ത്രി ഷബാസ് ഷെറീഫ് എൻ്റെ മന്ത്രിസഭാ യോഗത്തിൽ ഞെട്ടിക്കൊണ്ടാണ് പറഞ്ഞത്, അന്തമിട്ട് പറഞ്ഞത് ഇവിടെ ഇനി ഒന്നുമില്ലെന്ന്. അപ്പോൾ പാകിസ്ഥാനിലെ തന്നെ പെട്രോളിയം മന്ത്രി അവിടെ പറഞ്ഞത്, പാർലമെൻറ്റിൽ മന്ത്രിസഭാ യോഗത്തിലൊക്കെ പറഞ്ഞത്, ഇന്ത്യക്കാണെങ്കിൽ തൽക്കാലം പേടിക്കേണ്ടതില്ല. കാരണം ഇന്ത്യക്ക് ഒരു 80-90 ദിവസത്തേക്കുള്ള ക്രൂഡ് ഓയിൽ ഇപ്പോൾ അവരുടെ കൈവശം ഇരിപ്പുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു ക്രൂഡ് ഓയിൽ സൂക്ഷിക്കുന്ന സംവിധാനം ഇല്ല. അന്നന്നൊക്കെയുള്ള സാധനം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇല്ല. കപ്പൽ വന്നില്ലെങ്കിൽ ഇന്ധനം ഇല്ല പാകിസ്ഥാനിൽ. അതാണ് അവസ്ഥ. പിന്നെ അത്യാവശ്യം ആഭ്യന്തര ഉൽപ്പാദനം ഉണ്ട് ഇന്ത്യയിൽ. ഇന്ത്യയിലെ ക്രൂഡ് ഓയിൽ ആണെങ്കിലും LPG ആണെങ്കിലും ആഭ്യന്തര ഉൽപ്പാദനം കുറച്ച് കൂടി കൃത്യമായിട്ടുണ്ട്. പിന്നെ നമുക്ക് കാശുള്ളതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, ആരെ തോന്നെങ്കിലും വാങ്ങിക്കാമല്ലേ. പാകിസ്ഥാൻ്റെ അവസ്ഥ അതല്ലല്ലോ, കയ്യിൽ കാശില്ലല്ലോ. ലോകത്ത് എല്ലാവർക്കും കടം കൊടുക്കാനുണ്ട്. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ ഏതായാലും നമ്മൾ ഭയപ്പെട്ടിരുന്നത് സംഭവിച്ചു എന്നുള്ളതിനെ പറയേണ്ടി വരും. ഇനി അടുത്ത് വീണ്ടും നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ട് ഇനി ഗാർഹിക ആവശ്യമുള്ള സിലിണ്ടറിൻ്റെ വില എപ്പോഴാണ് വർദ്ധിപ്പിക്കുന്നത് ഒരുപക്ഷെ ഇന്ന് തന്നെ അതിനുള്ള 2 സാധ്യതയുണ്ട്. പെട്രോൾ ഡീസൽ വിലയൊക്കെ തന്നെ കൂടാനുള്ള സാധ്യതയുണ്ട്. ഇത് പണ്ട് ഈ പെട്രോളിയം കമ്പനികളെ തന്നെ വില വർദ്ധിപ്പിക്കാനുള്ള ആ ഒരു അവകാശം അവർക്ക് കൊടുത്തത് UPA സർക്കാരാണ്. പക്ഷേ എന്താ അത്ര അബദ്ധമായി പോയി എന്ന് പിന്നീട് നമുക്ക് ഇപ്പോഴും മനസ്സിലാവും. പക്ഷേ BJP സർക്കാർ വന്നിട്ട് അവർക്ക് ചെയ്യാമായിരുന്ന കാര്യം ഇതങ്ങ് മാറ്റിയാൽ മതിയായിരുന്നു. പക്ഷെ അവരത് ചെയ്തതുമില്ല.